ഒക്ടോബർ 7 സംഭവിച്ചത് കൊണ്ടാണ് അവരിപ്പോൾ പ്രയാസപ്പെടുന്നത്, അല്ലെങ്കിൽ ഇസ്രായേൽ അവർ ആക്രമിക്കുന്നതെന്ന് പറയുന്ന ആളുകൾ മറുപടി കണ്ടെത്തേണ്ട ഒരു പ്രശ്നം അവിടെ ഉണ്ട്. 2023 ഒക്ടോബർ 7 മുമ്പ് 10,000-കണക്കിന് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 10,000-കണക്കിന് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ദശലക്ഷക്കണക്കിന് ഫലസ്തീനികൾ അഭയാർത്ഥികളായി ആ നാട് വിട്ടു പോകേണ്ടി വന്നിട്ടുണ്ട്. അവരിപ്പോഴും അഭയാർത്ഥികൾ തന്നെയാണ്. അവർ ലെബനനിലെയോ ഡമസ്കസിലെയോ ബെയ്റൂത്തിലെയോ അല്ലെങ്കിൽ ജോർഡനിലെയോ ഒക്കെ അഭയാർത്ഥി ക്യാമ്പുകൾ കഴിയുകയാണ്. അപ്പോൾ ഒക്ടോബർ 7 ഉണ്ടായതുകൊണ്ടല്ല, അല്ലെങ്കിൽ ഹമാസ് ഉണ്ടായതുകൊണ്ടല്ല ഫലസ്തീനികൾ സഫറിങ്സിലൂടെ കടന്നു പോകേണ്ടത് നമ്മൾ കാണേണ്ടി വരും. കാരണം ഹമാസ് ഉണ്ടാകുന്നതിന് മുമ്പേ, അല്ലെങ്കിൽ ഒക്ടോബർ 7 ആക്രമണം നടക്കുന്നതിന് മുമ്പേ 10,000-കണക്കിന് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. ആട്ടിയകറ്റപ്പെടുക, കൊല്ലപ്പെടുക എന്നുള്ളത് ഫലസ്തീനികളുടെ ഒരു നിത്യജീവിതത്തിൻ്റെ ഭാഗമാണ്. ഒരു പക്ഷേ 1917 ഒരു കണക്കിന് നോക്കുക 1917 മുതൽ, ഇനി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 1948 മുതൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം രൂപീകരിക്കപ്പെട്ടത് മുതൽ ഫലസ്തീനികളുടെ ദിനചര്യയുടെ ഭാഗമാണ് കൊല്ലപ്പെടുകയോ മുറിവേൽപ്പിക്കപ്പെടുകയോ അല്ലെങ്കിൽ അഭയാർത്ഥികളാക്കപ്പെടുകയോ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അത് നിരന്തരമായി തുടരുന്നൊരു പ്രക്രിയയാണ്. അതുകൊണ്ട് ഒക്ടോബർ 7 ശേഷം സവിശേഷമായ എന്തോ ഒരു പ്രശ്നം പലസ്തീനികൾക്കുണ്ടായി, അല്ലെങ്കിൽ ഒക്ടോബർ 7 ശേഷമാണ് പലസ്തീനികൾക്ക് പ്രശ്നമുണ്ടായത് എന്ന തീർപ്പിൽ നമ്മൾ എത്തുകയാണെങ്കിൽ പലസ്തീൻ പ്രശ്നത്തെക്കുറിച്ച് നമുക്ക് ഒരു ചുക്കും അറിയില്ല എന്നാണ്